ഓൾറൈറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് വേറെ ഒരു 2 ഗ്രാഫും കൂടി നോക്കാം. സോ ഒന്ന് നമ്മളിപ്പം ഏതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മളിതാണ്ട് ഇത് നോക്കി. ഇനി നോൺ യൂണിഫോം മോഷൻ്റെ കുറച്ച് കാറ്റഗറി, അതായത് നോൺ യൂണിഫോം മോഷൻ. ഓക്കെ, നമ്മൾ എക്സ് ടി ഗ്രാഫിൻ്റെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്രയും തന്നെയും അല്ലേ? അപ്പോൾ എക്സ് ടി ഗ്രാഫിൻ്റെ നോൺ യൂണിഫോം ഒന്നാമത്തെ ഒരു ഗ്രാഫ് ഞാനിവിടെ ഇങ്ങനെ വരയ്ക്കാം. സോ ഇതാണ് ഒന്നാമത്തെ ഒരു ഗ്രാഫ്. അതാണ്ട് ഇങ്ങനെ അങ്ങ് പോവാം. ഓക്കെ, ഇങ്ങനെ ഈ ഗ്രാഫ് ഇങ്ങനെ അങ്ങ് പോവാണെന്ന് വെച്ചു. അങ്ങനെയെങ്കിൽ ആരെയൊക്കെ കണ്ടുപിടിക്കണം? നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇത് എക്സ്, ഇത് ടി. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? നമുക്കറിയാം, വിതൗട്ട് എ ഡൗട്ട് ഇത് പോസിറ്റീവ്. ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ട് എന്താണ്? പോസിറ്റീവാണ്. വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഞാൻ എന്താണ്ട് ഈ ഒരു പോയിന്റ് അങ്ങ് എടുത്തു. ഈ ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റ് വെച്ച് ഞാൻ എന്ത് വരച്ചു? ഒരു ട്രയാങ്കിൾ വരച്ചു. ടീറ്റ കണ്ടു. ഇതാണ് നമ്മുടെ ടീറ്റ. സോ ആ ടീറ്റ എന്ന് പറയുന്നത് എന്താണ്? അക്യൂട്ട് ആംഗിൾ ആണ്. സോ അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി എന്ന് പറയുന്നത് അത് പോസിറ്റീവ് ആയിരിക്കും, നമുക്കറിയാം. ശരിയല്ലേ? ഇനി എന്താ? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ശ്രദ്ധിച്ചോണേ. ഏതെങ്കിലും 2 പോയിന്റുകൾ എടുക്കുക. ഞാൻ എന്താ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഈ ഒരു പോയിന്റ് എടുത്തു. ഇങ്ങനെ 2 പോയിന്റ് എടുത്തു. എന്നിട്ട് ഈ 2 പോയിന്റുകൾ വെച്ച് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം. കാരണം ഇവിടുത്തെ കേസിൽ ഇതൊരു നോൺ യൂണിഫോം ആണ്. സോ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ശരിയല്ലേ? സോ വെലോസിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ 2 ഇത് വരച്ചു. ഇനി നോക്കാം, ഇത് ഒന്നാമത്തേത്, അത് തീറ്റ 1, ഇത് രണ്ടാമത്തെ ആംഗിൾ തീറ്റ 2 എന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ തീറ്റ 1ഉം തീറ്റ 2ഉം നോക്കിയേ, ഏതാണ് വലുത്? നമുക്ക് കാണുമ്പോൾ അറിയാം, തീറ്റ 1നേക്കാട്ടിലും വലുതാണ് തീറ്റ 2. അതായത് എന്ത് ചെയ്യുന്നു? സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പം ആക്സിലറേഷൻ എന്ത് ചെയ്യും? അതും ഇൻക്രീസ് ചെയ്യുന്നു. ആക്സിലറേഷനും എന്തുവാകും? പോസിറ്റീവ് ആകും. കണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആയിരിക്കും, വെലോസിറ്റി വന്നിട്ട് അതും പോസിറ്റീവ് ആയിരിക്കും, ആൻഡ് ആക്സിലറേഷൻ എന്താണ്? അതും പോസിറ്റീവാണ്. വേറൊരു ഗ്രാഫ് നോക്കാം. സപ്പോസ് ഗ്രാഫ് അതാണ്ട് ഇങ്ങനെ വന്നതെന്ന് വെച്ചു. കേട്ടോ, ഈ ഒരു രീതിയിലാണ് ഗ്രാഫും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അത്തരം കേസിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? പോസിറ്റീവാണ്. എക്സ് ടി. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അത് പോസിറ്റീവാണ്. രണ്ടാമത്തെ എന്താണ്? വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ശരിയല്ലേ? പോയിന്റ് എടുത്തിട്ട് ആ ഒരു പോയിന്റും കൂടെ ചേർത്ത് എന്ത് വരയ്ക്കുക? നമുക്കൊരു ഇതങ്ങ് വരച്ച് നോക്കുക. സോ ഇതാണ് തീറ്റ. വെലോസിറ്റി എന്താണ്? അക്യൂട്ട് ആംഗിൾ ആണ്. സോ പോസിറ്റീവാണ്. ഓക്കെ, സോ വെലോസിറ്റി എന്ന് പറയുന്നത് അത് പോസിറ്റീവായിരിക്കും. അടുത്തത് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടേ? ഏതെങ്കിലും 2 പോയിന്റുകൾ എടുക്കണം, അല്ലേ? ആ 2 പോയിന്റ് വെച്ചാണ് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ആൻഡ് സംവാട്ട് ഓവർ ഹിയർ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഓക്കെ, സോ ഒന്നാമത്തെ ഇതാ, ഇതിനെ ജോയിൻ ചെയ്ത് ഞാൻ ഇങ്ങനൊരു ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, ഇനിയും അടുത്തത് ഇതാണ്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇനി ആംഗിൾ നോക്കിയേ, തീറ്റ ദാണ്ട് ഇവിടാണ് ഫോം ചെയ്യുന്നത്. ഇത് തീറ്റ 1, ഇത് തീറ്റ 2. ഏതാണ് വലുത്? തീറ്റ 1 ആണോ തീറ്റ 2 ആണോ? കാണുമ്പോഴേ അറിയാം, തീറ്റ 1 ഈസ് ഗ്രേറ്റർ ദാൻ തീറ്റ 2. സോ ഇവിടെ എന്ത് ചെയ്തു? തീറ്റ 1 ഗ്രേറ്റർ ദാൻ തീറ്റ 2. സോ സ്ലോപ്പ് കുറഞ്ഞു, സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ആക്സിലറേഷൻ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ ഇവിടുത്തെ വ്യത്യാസം വന്നത്? ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമ്മളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി മറ്റു തരം ഗ്രാഫ് നോക്കാം. സോ ഈ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഗ്രാഫ് കണ്ടാൽ. സോ വീഡിയോ പോസ് ചെയ്യുക, ഇത്രയും വെച്ച് ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഇങ്ങനൊരു ഗ്രാഫാണെന്ന് വെച്ചോ. ഓക്കെ, സോ ഇതും എക്സ് ടി ഗ്രാഫാണ്. വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കുക, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വിതൗട്ട് എ ഡൗട്ട് എന്താണ്? അത് പോസിറ്റീവാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ട് പോസിറ്റീവാണ്. പിന്നെന്താ? വെലോസിറ്റി എങ്ങനെ? ഒരു പോയിന്റ് എടുക്കുക, കണ്ടുപിടിക്കുക, അല്ലേ? സോ ഞാൻ എന്താണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് എടുത്തു. പോയിന്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ആ പോയിന്റിനെ ജോയിൻ ചെയ്ത് ഇങ്ങനെയും പോകുന്നുണ്ട്. പിന്നെ ഒരു എക്സ് ആക്സിസ് അതും കൂടി ഞാൻ വരച്ചു. ഇനി എങ്ങനെ ഗ്രാഫ് എടുക്കുന്നത്, അല്ലെ ആംഗിൾ എങ്ങനെ എടുക്കുന്നത്? എക്സ് ആക്സിസിന് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ഇതാണ് ടീറ്റ എന്താ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം, ഒപ്റ്റ്യൂസ് ആംഗിളാണ്. സോ എന്താണ് ടീറ്റ എന്ന് പറയുന്നത്? 90 ഡിഗ്രി ആണ്. ടീറ്റ നെഗറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നേരത്തെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് 2 എണ്ണം എടുക്കുക. ഓക്കെ, ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ 2 എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോ ഞാൻ ഈ ഒരു പോയിന്റും വേണം എടുത്തു, പിന്നെ അതാണ്ട് ഈ ഒരു പോയിന്റും എടുത്തു. ഓക്കെ, ഈ 2 പോയിന്റാണ് ഞാൻ
ആക്സലേഷൻ കണ്ടുപിടിക്കാനായിട്ട് എടുത്തേക്കുന്നത്. സോ ഒന്നാമത്തെ പോയിന്റിൽ നോക്കിയാൽ ഇതാണ് ഒന്നാമത്തെ തീറ്റ, ഇതാണ് രണ്ടാമത്തേത്. സോ കാണുമ്പോൾ അറിയാം ഇവിടെ ഫോം ചെയ്ത ആംഗിൾ θ1 എന്ന് പറയുന്നത് എന്താണ്? θ1 ഇത്രയുണ്ട്, ഹൈ ആണ്. രണ്ടാമത്തെ θ2 അതിതാണ്. സോ ഇവിടെ വന്നിട്ട് ഒരു സെക്കൻഡ്, ഇതാണ് θ1, ഇതാണ് 0. ഇവിടുത്തെ വെലോസിറ്റി 0 ആണ്, കാരണം കണ്ടോ ആംഗിൾ ഫോം ചെയ്യുന്നില്ല, 0 ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കണ്ട ഒപ്റ്റീവ്സ് ആണ്. സോ ഇവിടെ വെലോസിറ്റി നെഗറ്റീവ് ആണ്, ഇവിടെ വെലോസിറ്റി 0 ആണ്. സോ നെഗറ്റീവിൽ നിന്നും 0യിലോട്ട് പോകുന്നു. അതെന്താ മീൻ ചെയ്യുന്നത്? അത് മീൻ ചെയ്യും നെഗറ്റീവിൽ നിന്ന് വെലോസിറ്റി 0യിലോട്ട് പോകുന്നത് വെച്ചാൽ പോസിറ്റീവ് ആണ്. സോ ആക്സിലറേഷൻ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? ഇങ്ങനെ അവിടുത്തെ ആ കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇനിയും വരുന്ന വീഡിയോസിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടെ ഇതുമായിട്ട്, ഇതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഗ്രാഫായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഇനിയും വരുന്ന വീഡിയോസിലായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് അയക്കാം. ഈ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കിയിട്ട് അത് മനസ്സിലാക്കിയാനായിട്ട് മതി. ഓക്കെ, സോ ഇത് നെക്സ്റ്റ് ക്ലാസ് ബാക്കി കുറച്ച് ഗ്രാഫും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി +1 ടോപ്പിക്സ്, ജെഇക്കൊക്കെ ടോപ്പിക്സ് ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ.